നവരാത്രിയുടെ ദിവസങ്ങളിൽ ആദ്യത്തെ 3 ദിനങ്ങളിൽ നമ്മൾ പാർവതി പൂജയാണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത 3 ദിവസങ്ങളിൽ നമ്മൾ ലക്ഷ്മി പൂജയാണ് ചെയ്യുന്നത്. അതിലൂടെ ധനത്തെ ആവാഹനം ചെയ്യുകയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏതൊരു തലത്തിലേക്കും അവൻ എത്തിച്ചേരാൻ ധനം കൊണ്ട് അവന് സാധിക്കുന്നു. ഇന്ന് ആ ധനത്തെ എങ്ങനെ ആവാഹനം ചെയ്യാം, ലക്ഷ്മി പൂജയുടെ രഹസ്യം എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മുടെ കൈപിടിച്ച് നടത്താൻ ഷീബ സിസ്റ്റർ നമ്മോടൊപ്പമുണ്ട്. സിസ്റ്റർ, നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. ഓം ശാന്തി. ഓം ശാന്തി. സിസ്റ്റർ, നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് നമ്മുടെ നവരാത്രിയുടെ ആദ്യത്തെ 3 ദിവസങ്ങൾ പാർവതി പൂജയെക്കുറിച്ചായിരുന്നു ചർച്ച ചെയ്തത്. അതിൽ നമ്മൾ പല ഐതിഹ്യങ്ങൾ ഇവിടെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അത് എല്ലാത്തിലും ടച്ച് ചെയ്തുകൊണ്ട് കടന്നുപോയി. നവദുർഗയെ പൂജിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ടച്ച് ചെയ്തു. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ രഹസ്യങ്ങൾ മനസ്സിലാക്കി. അപ്പം ഇന്ന് നമുക്ക് അറിയേണ്ടത് ഏറ്റവും ആളുകൾക്ക് ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ധനം എങ്ങനെ ആഹ്വാനം ചെയ്യാം, ഈ നവരാത്രിയുടെ പൂജയിലൂടെ എങ്ങനെ നമുക്ക് ധനത്തെ ആഹ്വാനം ചെയ്യാം, അതിന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അതിന് പിന്നിൽ എന്തെല്ലാം രഹസ്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് എന്നൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. നവരാത്രി പൂജയെക്കുറിച്ചൊന്ന് സംസാരിക്കുമ്പോൾ കുറച്ചു കാര്യം ഞാൻ ഇന്ന് ലക്ഷ്മിയെക്കുറിച്ച് പറയുന്നതിനേക്കാൾ മുന്നേ എല്ലാവർക്കുമായിട്ട് പറഞ്ഞു തരികയാണ്. കാരണം പല നാടുകളിലും പല രീതികളിലാണ് ഈ നവരാത്രിയുടെ പൂജ നടക്കുന്നത്. ചില സ്ഥലങ്ങളിൽ നവരാത്രി പൂജ എന്ന് വെച്ചാൽ അവർ ദുർഗേനെ തന്നെ പൂജിക്കുന്ന ആളുകളുണ്ട്. അതായത് ഭക്തന്മാർക്ക് ഏത് ദേവനാടാണോ ഡിവോഷൻ അതുപോലെ അവരെ പൂജ നടക്കാറുണ്ട്. അപ്പം അതിൽ ദുർഗാദേവിയുടെ 9 രൂപങ്ങളെ വെച്ച് പൂജിക്കാം. ചില ആളുകൾ ദുർഗാഷ്ടമി ദിവസം ദുർഗയുടെ 9 രൂപത്തിന്, അല്ലാത്ത ദിവസങ്ങളിൽ ആദ്യത്തെ 3 ദിവസം പാർവതി ദേവീനെ, പിന്നത്തെ 3 ദിവസം ലക്ഷ്മി ദേവീനെ, അവസാനത്തെ 3 ദിവസം സരസ്വതി ദേവീനെ, അത് കഴിഞ്ഞ് വിജയദശമി ദിവസം എല്ലാ ദേവിമാരുടെയും പൂജ സമ്പൂർണ്ണമാകുന്ന ദിവസം, എല്ലാ ആശീർവാദങ്ങളും നേടുന്ന ദിവസം, ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പത്തിലാണ് പല രീതിയിൽ. ദസറ എന്ന് വെച്ചാൽ അർത്ഥം ദുർവികാരങ്ങൾ ജയിക്കുന്ന ദിവസം. ഇങ്ങനെയൊക്കെ ഓരോ നാട്ടിലനുസരിച്ച് ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പം ചിലർ പാർവതി ദേവിയുടെ 9 അവസ്ഥ, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പോലെ ശൈലപുത്രിയിൽ നിന്ന് സിദ്ധിദാത്രിയാകുന്നവരെയുള്ള യാത്രേനെ ആ യാത്രയിലുള്ളതായിരിക്കുന്ന വ്യത്യസ്തമായിരിക്കുന്ന ഭാവങ്ങളിൽ പാർവതിയെ തന്നെ 9 ദിവസം പൂജിക്കുന്നവരും ഉണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല പല തെക്കൻ സംസ്ഥാനങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 3 ദിവസം പാർവതി, പിന്നത്തെ 3 ദിവസം ലക്ഷ്മി, പിന്നത്തെ 3 ദിവസം സരസ്വതി, ആ രൂപത്തിലും പൂജിക്കുന്നത് കാണാം. പക്ഷേ പല സ്ഥലങ്ങളിലും ഈ നവരാത്രി പൂജയുടെ ആദ്യമായിട്ടൊരു കലശം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആരംഭം തന്നെ ലക്ഷ്മിയെ ആവാഹിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ സൃഷ്ടിയുടെ എല്ലാ പുരാണങ്ങളുടെ ലക്ഷ്മിയുടെ, ശ്രീലക്ഷ്മി അഥവാ ലക്ഷ്മി ദേവിയുടെ കഥ നോക്കുമ്പോൾ സമ്പൂർണതയുടെ ദേവിയാണ് ലക്ഷ്മി ദേവി. നമ്മൾ ത്രിമൂർത്തി ദേവി ദേവന്മാരെ പറയുമ്പോഴും തപസ്സിൻ്റെ മൂർത്തിയായിട്ടാണ് പാർവതീനെയും ശങ്കരനെയും ശിവനെയും കാണിക്കുന്നത്. അതുപോലെ ബ്രഹ്മാവിനെയും സരസ്വതിനെയും വേറൊരു സാധനയുടെ രൂപത്തിലാണ് കാണിക്കുന്നത്. ആ സമയം വിഷ്ണുവിനെ കാണിക്കുമ്പോൾ സാധനയുടെ രൂപത്തിലല്ല കാണിക്കാറ്, അത് സമ്പൂർണ്ണ സ്വരൂപമായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് വിഷ്ണുവിനെ പലപ്പോഴും അനന്തശായിയായിട്ട് കാണിക്കുന്നത്. അപ്പോൾ വിഷ്ണുവിൻ്റെ പത്നിയായിരിക്കുന്ന ലക്ഷ്മി ഐശ്വര്യങ്ങളുടെ മൂർത്തി, 3 ദേവിമാരിൽ 3 ശക്തികൾ എന്നാണ്. ശക്തികളുടെ ഉറവിടമായിരിക്കുന്ന പാർവതിയും, ധനത്തിന്റെ ദേവിയായിരിക്കുന്ന ലക്ഷ്മിയും, വിദ്യയുടെ ദേവിയായിരിക്കുന്ന സരസ്വതിയും. രണ്ടും സാധനയാണ്. വിദ്യയും സാധനയാണ്, ശക്തിയും സാധനയാണ്. അതേസമയം ധനം സാധനയല്ല, അത് വന്നു ചേർന്ന അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് ലക്ഷ്മി ദേവിയെ പൂജിക്കുന്ന സമയത്ത് ഈ രീതിയിലെല്ലാം നമ്മൾ സമ്പൂർണ്ണതയാണ്, എല്ലാം പുതുമയാണ് കൊണ്ടുവരിക അല്ലേ? ഈ ലക്ഷ്മി ആവാഹിക്കും മുന്നേ കേരളത്തിൽ എത്രമാത്രം അത് ആളുകൾ ഉൾക്കൊണ്ട് ആ രീതിയിൽ ചെയ്യേണ്ടെന്ന് അറിയില്ല. അതൊരു പൂജയുടെ ഭാഗമായി ചെയ്യുന്നവരുണ്ട്. കുറച്ചുകൂടെ നമ്മൾ നോർത്ത് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഈ വിജയദശമിയൊക്കെ വരുന്നേക്കാൾ മുന്നേ, ദീപാവലിക്കും വിജയദശമിക്കൊക്കെ മുന്നേ അവർ പൂർണ്ണമായിട്ട് വീട് ശുദ്ധീകരിച്ച് ഈ ലക്ഷ്മീനെ ആവാഹനം ചെയ്യുന്നതായിട്ടുള്ള ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സ്വർണ്ണ നാണയങ്ങൾ അല്ലെങ്കിൽ നാണയങ്ങൾ മുന്നിൽ വെച്ച് ദേവീനെ അലങ്കരിച്ച് പ്രതിഷ്ഠിച്ച് എല്ലാം ശുദ്ധീകരിച്ച് കണക്ക് അവസാനിപ്പിച്ച് പുതിയ കണക്ക് തുടങ്ങി. ഇങ്ങനെയെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വണ്ടർഫുൾ ആയിരിക്കുന്ന ഒരുപാട് രീതികളോട് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ നമ്മൾ ലക്ഷ്മി ദേവിനെ പൂജിക്കുന്നുണ്ട്, പക്ഷെ അത്രയൊന്നും ഡെപ്തിൽ ഞാനത് പല സ്ഥലങ്ങളും കണ്ടിട്ടില്ല, ഇല്ലയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നോർമൽ ലെവലതായിട്ടൊരു ദേവി പൂജയായിട്ട് ചെയ്യാറുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ലക്ഷ്മി ദേവിയുടെ അവസ്ഥ കാണിക്കുന്നത് വൈകുണ്ഠത്തിലാണ്. വിഷ്ണുവിന്റെ പത്നിയായിട്ട് വൈകുണ്ഠത്തിലാണ് ലക്ഷ്മി ദേവിനെ കാണിക്കുന്നത്. വൈകുണ്ഠം മീൻസ് സർവ്വ ഐശ്വര്യങ്ങളുടെയും കേന്ദ്രമാണ്. ശരിക്കും ഈ ഭൂമി വൈകുണ്ഠാകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു.
ഈ സൃഷ്ടിചക്രത്തിന്റെ ആദ്യ ഭാഗം സത്യയുഗത്തില് ശ്രീ ലക്ഷ്മി നാരായണന്മാര് വാണതായിട്ടുള്ള കാലഘട്ടത്തില് അവിടെ എല്ലാ ഐശ്വര്യങ്ങളും സമൃദ്ധിയും ഈ പ്രകൃതി അതിന്റെ സർവ്വസമ്പത്തും കൊണ്ട് പൂർണ്ണമാക്കിയതായിട്ടുള്ള യുഗമായിരുന്നു സത്യയുഗം. അതുകൊണ്ടാണ് അതിനെ വൈകുണ്ഠം എന്ന് പറയുന്നത്. സത്യയുഗം, സ്വർണ്ണയുഗം എന്നുള്ളതായിട്ടുള്ള പല പേരിൽ അറിയപ്പെട്ടു. നമ്മൾ ഈ കൃതയുഗം എന്ന് പറയുന്നത് ഈ സത്യയുഗത്തിനെയാണോ? അതെ അതെ, കൃതയുഗം എന്ന് പറയുന്നത് സത്യയുഗത്തിന് തന്നെയാണ്. സത്യയുഗത്തിന് സമ്പൂർണതയുടെ യുഗമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് സ്വർഗത്തിന്റെ മഹത്വം സ്വർണ്ണയുഗം എന്ന് പറയുന്നത്. കാരണം ആത്മാവിന്റെ ഉള്ളില് 100% ക്വാളിറ്റി ആയിരിക്കുന്ന സമയം. സ്വർണം എന്ന് വെച്ചാൽ അർത്ഥം ശരിക്കും സ്വർണം എന്ന് പറയുന്നത് ആത്മാവിന്റെ ക്വാളിറ്റിയുടെ ആധാരത്തിലാണ്. സ്വർണ്ണയുഗം അല്ലെങ്കിൽ വെള്ളിയുഗം, ചെമ്പ് യുഗം, ഇരുമ്പ് യുഗം എന്നൊക്കെ പറയുന്നത്. മീൻസ് ഒരു കഷ്ണം ഇരുമ്പ് എടുത്ത് നമ്മൾ പുറത്തിട്ട് നോക്കിയാൽ കുറച്ച് സമയം കഴിഞ്ഞ് വന്നാൽ എന്താ കാണുക, നമുക്ക് അവിടെ തുരുമ്പി പോയിട്ടുണ്ടാവും. ആ സമയം അത് ചെമ്പാണെങ്കിൽ അത് ക്ലാവ് പിടിച്ച് ദ്രവിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും, പക്ഷെ ഇരുമ്പിന്റെ അത്രയ്ക്കായിട്ടുണ്ടാവില്ല. വെള്ളിയാണെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു കളറൊക്കെ മാറിയിട്ടുണ്ടാവും, പക്ഷെ അത് ദ്രവിക്കാനും തുടങ്ങിയിട്ടുണ്ടാവില്ല. സ്വർണ്ണമാണെങ്കിൽ യാതൊരു പ്രഭാവം ഉണ്ടാവില്ല. അതിൽ വല്ല അഴുക്കുണ്ടാവും, ഒന്ന് കഴുകി കഴിഞ്ഞാൽ തിളങ്ങാൻ തുടങ്ങും. അത് ഈവൻ അതിലൊരു പോറൽ വീണാൽ പോലും അതിൽ നിന്ന് തിളക്കം പുറത്തേക്ക് വരാൻ തുടങ്ങും. കാരണം ആ സ്വർണത്തിന് യാതൊരു രീതിയിൽ അഴുക്കത് സ്വീകരിക്കില്ല. അതെ, അതായത് ബാഹ്യ പ്രപഞ്ചത്തിന്റെ പ്രഭാവം ഏൽക്കുന്നതായിരിക്കുന്ന അവസ്ഥ. ഇവിടെ വലിയൊരു സീക്രട്ട്, നമ്മുടെ കയ്യിൽ ധനം അഥവാ സമ്പത്ത് വരുന്ന ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ ഏതാളുകളാണോ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പുറം ലോകത്തിൻ്റെ പ്രഭാവത്തിൽ നിന്ന് അവനവനെ മാറ്റി നിർത്താൻ സാധിക്കുന്നത്, അവരുടെ കയ്യിലാണ് ഈ ലോകത്തിലും ധനം വരുന്നുള്ളൂ. ആന്തരികമായി തൻ്റെ ശക്തിയെ ഉണർത്തിയെടുക്കാനും ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ എല്ലാത്തിലും തന്നെ തൻ്റെ അവസ്ഥ കൊണ്ട്, മാനസികാവസ്ഥ കൊണ്ട് അല്ലെങ്കിൽ സങ്കല്പത്തിൻ്റെ ശക്തി കൊണ്ട് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ബാഹ്യലോകത്തിൻ്റെ പ്രഭാവം അഥവാ പ്രപഞ്ചത്തിൻ്റെ പ്രഭാവം എന്ന് പറയാം നമുക്ക്, അതിൽ നിന്ന് മുക്തമാക്കി തൻ്റെ സ്ഥിതിയെ മെൻ്റൽ സ്റ്റേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്കാണ് അവനവൻ്റെ ജീവിതത്തിൽ വിജയമാണെങ്കിലും ധനമാണെങ്കിലും നേടാനായിട്ട് സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവനവൻ്റെ ഉള്ളിൽ നമുക്ക് ധനം ആർജിക്കണമെങ്കിൽ അതിൻ്റെ ആധാരം എന്താണ്? അവിടെ അറിവാണ്. അതുകൊണ്ടാണ് കലശം സ്ഥാപിക്കുന്നതായിട്ട് പറയുന്നത്. പറയാറില്ലേ എന്ന് പറയുന്നത് ദേവിയുടെ കയ്യിലുള്ള കലശത്തിന്, ആ സങ്കല്പത്തിലാണ് നമ്മൾ സ്ഥാപിക്കുന്നത്. അതായത് ധനദേവിയുടെ കയ്യിലായിട്ടുള്ള കലശം. രണ്ടും പറയാൻ നമുക്ക്, ധനദേവിയുടെ കയ്യിലും കലശമുണ്ട്, അതേസമയം വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നല്ലേ പറയുന്നത്. ഏറ്റവും വലിയ അറിവ് ധനം എന്ത് തന്നെയാണ്? വിദ്യ തന്നെയാണ്. അപ്പോൾ ഒരു ജീവാത്മാവിൻ്റെ ഉള്ളിൽ അറിവാകുന്ന ധനം എന്ന് പറയുമ്പോൾ ആ ധനത്തിന്റെ ആധാരത്തിലാണ് ഈ ലോകം മുഴുവൻ അവരുടെ കീഴിലാവുന്നതും അല്ലെങ്കിൽ അവർക്ക് ജയിച്ചടക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ഒന്ന് നോക്കിയേ. ആരാണോ തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഫീൽഡിൽ കാൽവെച്ച അന്ന് മുതൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ ഫീൽഡിൽ വേണ്ടതായിരിക്കുന്ന ഡെവലപ്മെൻറ്റ്, എന്ത് കോഴ്സ് പഠിക്കണോ അത് പഠിക്കാൻ തയ്യാറാവുന്നു, എന്ത് നോളജ് വേണോ ആ നോളജ് നേടാൻ തയ്യാറാവുന്നു, എന്ത് ചേഞ്ച് കൊണ്ടുവരണോ ആ ചേഞ്ചിനെ എംബ്രേസ് ചെയ്യാൻ തയ്യാറാവുന്നു. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ ഫീൽഡിൽ ആ ജ്ഞാനത്തിൻ്റെ ആധാരത്തിൽ ആ ധനം സ്വന്തമാക്കുമ്പോൾ ഈ സ്ഥൂലമായിരിക്കുന്ന ധനം അവരുടെ അടുത്തേക്ക് ഒഴുകി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ പരസ്പര റിലേഷൻ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ നമുക്ക്. അപ്പോൾ എവിടെയാണോ ധനം അവിടെ എല്ലാം തന്നെ വന്നു ചേരുന്നു. ഒരു പണ്ഡിതന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും മറ്റൊരു രാജ്യത്തെ രാജാവിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അയാളുടെ വിദ്യയുടെ പ്രകടനം കൊണ്ട് ആ രാജാവ് കുന്നുകണക്കിന് സമ്പത്ത് കൊടുക്കുകയാണ്. നമ്മൾ പണ്ടത്തെ രാജാക്കന്മാരുടെ കഥ കേട്ടാൽ അറിയാം. ഇന്നും ഒരാളുടെ അറിവിൻ്റെ ശക്തിയെ എത്ര ഡെവലപ്പ് ചെയ്യുന്നു അത്രയും അവരുടെ അടുത്തേക്ക് ലോകത്തിലെ എല്ലാ ധനവും ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ധനം എന്നുള്ളത് ലക്ഷ്മിയിൽ നിന്ന് നമ്മൾ ആവാഹിക്കുമ്പോൾ ഈ സ്ഥൂലമായിരിക്കുന്ന ധനം മാത്രമല്ല ആധാരാവുന്നത്, അറിവാകുന്ന ധനം, ജ്ഞാനധനം എവിടെയുണ്ടോ അവർക്കാണ് മറ്റെല്ലാ ധനങ്ങളും വന്നു ചേരുന്നത്. പക്ഷെ അവിടെ ഒരു ഡൗട്ട് എന്താന്ന് വെച്ചാൽ, ജ്ഞാനധനത്തിലൂടെ നമുക്ക് സ്ഥൂലധനം വരും എന്ന് പറഞ്ഞു. പക്ഷേ ഈ സ്ഥൂലധനം ഉള്ള ആളുകൾക്ക് പല ആളുകൾ നമ്മൾ ലോകത്തിൽ കാണുന്ന ഒരു വിവരമില്ലാത്ത ആളുകൾ തോന്നുന്ന ആളുകൾ, അതായത് ഈ പഠിപ്പും അങ്ങനത്തെ പഠിപ്പുകളില്ലാത്ത ആളുകൾക്ക് പോലും ഒരുപാട് കോടീശ്വരന്മാരുണ്ട്. അപ്പൊ അവർക്ക് ഈ പറയുന്ന ജ്ഞാനം ഇല്ലല്ലോ. പക്ഷെ അവർക്ക് എങ്ങനെയാണ് ഈ ധനം വരുന്നത്? അപ്പോൾ നമുക്ക് അറിവ് അല്ലെങ്കിൽ ജ്ഞാനം എന്നത് ഡിഗ്രികളുടെ ആധാരത്തിൽ മാത്രമല്ലല്ലോ. രാമാനുജൻ അദ്ദേഹം SSLC പാസ്സായില്ലല്ലോ, പക്ഷെ അദ്ദേഹത്തിൻ്റെ അറിവ് നോക്കി എവിടെ വരെ എത്തുന്നത്. ഒരു പല എക്സ്പേർട്ട് ട്രെയിനേഴ്സിന് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ +1 +2 കഴിഞ്ഞ ശേഷം കോളേജിൽ പോയി പഠിച്ച സമയം ചിലവഴിച്ചിട്ടില്ല. അവരൊക്കെ അവരെ പല ക്ലാസ്സുകളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പോയിന്റ്,
ഈ കോളേജിൽ പോയിട്ട് കുറച്ചേ സമയം ചിലവഴിച്ച് കുറച്ച് ജ്ഞാനം നേടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അത് സൈഡായി പഠിക്കാവുന്നതേ ഉള്ളൂ. പ്രാക്ടിക്കൽ നോളജിലേക്ക് നമ്മൾ ഇറങ്ങട്ടെ. ഇതാണ് ലൈഫ് എന്ന് ലൈഫിൻ്റെ 3 വർഷം അല്ലെങ്കിൽ 5 വർഷം കൂടി ആ പേരിൽ ഞാൻ കളയില്ല. സൈഡായിട്ട് ഡിഗ്രി എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ലൈഫിലെ ഫീൽഡിൻ്റെ നോളജിലാണ് എനിക്ക് വേണ്ടത് എന്ന്. പല എക്സ്പേർട്ടായിരിക്കുന്ന ലോകത്ത് ഡിഗ്രി നേടിയ ആൾക്കാർ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ, സെക്കൻഡ് റാങ്ക് ഹോൾഡറൊക്കെ ആ റാങ്കിൻ്റെ സർട്ടിഫിക്കറ്റും കൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരൊരിക്കലും അവരുടെ പ്രാക്ടിക്കൽ നോളജ് ലൈഫിൽ കൊണ്ടുവരാത്തത് കൊണ്ട് ഈവൻ ഡോക്ടറേറ്റ് നേടിയിട്ട് പ്രാക്ടീസ് ചെയ്യാത്ത എത്ര പേരെ കാണാം നമുക്ക്. വക്കീലാവാനുള്ളതായിട്ടുള്ള ഡിഗ്രി നേടിയിട്ട് പറയാൻ അതേവർ പ്രതിജ്ഞ ചെയ്ത് വക്കീലാണ്, പക്ഷെ പ്രാക്ടീസ് ചെയ്യാത്ത എത്ര പേരെ നമുക്ക് കാണാം. അപ്പൊ ഇംപ്ലിമെന്റ് ചെയ്തതായിരിക്കുന്ന നോളജ് അതാണ് ധനമായിട്ട് മാറുന്നത്. അതായത് അവർക്കുള്ള പ്രാക്ടിക്കൽ നോളജ് ആക്ച്വലി അവരുടെ പ്രാവർത്തികമാക്കുന്ന ജ്ഞാനമാണ് ധനമായിട്ട് പരിവർത്തനപ്പെടുന്നത്. അതിന് പ്രത്യേകിച്ച് കോളേജ് ഡിഗ്രി വേണം നിർബന്ധമില്ല, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിലായിരിക്കുന്ന ഡിഗ്രി വേണമെന്നില്ല. തൻ്റെ ലൈഫിൽ അറിവിൻ്റെ ജ്ഞാനം, അപ്പം അറിവ് എന്നതായിരിക്കുന്ന ധനം, ആ ധനമാണ് ജീവിതത്തിലെ എല്ലാ ധനത്തിനെയും ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഞാൻ പരമാത്മ മഹാവാക്യത്തിൽ കേട്ടത് ഓർമ്മിക്കും, എവിടെ ജ്ഞാനധനമുണ്ടോ അവിടെ മറ്റെല്ലാ പ്രാപ്തികളും സ്വയമേവ അവരുടെ അടുത്തേക്ക് വന്നു ചേരും. കാരണം അറിവ് ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ ക്വാളിറ്റീനെ ഡെവലപ്പ് ചെയ്യും, ഗുണങ്ങളെ ഡെവലപ്പ് ചെയ്യും. ഈ ഗുണങ്ങളുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഒരു കാന്തം പോലെ അത് പ്രവർത്തിക്കുക. ഒരു ഗുണം നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി മറ്റോരോരോ ഗുണങ്ങളും അതിലേക്ക് ആകർഷിക്കപ്പെട്ട് വന്നു ചേരും. അപ്പം അതുകൊണ്ട് അവനവൻ്റെ ഉള്ളിൽ അറിവെന്ന ഒരു ഗുണം വളർത്തി കഴിഞ്ഞാൽ മറ്റെല്ലാം നമുക്ക് ഇല്ലാതാക്കാം. അതിന് ശുദ്ധി ആവശ്യമാണ്. അതെ, നമ്മൾ സാധാരണ ലക്ഷ്മിയുടെ ആവാഹനത്തിന് ഇപ്പൊ ദീപാവലിക്കാണെങ്കിൽ പോലും ലക്ഷ്മി ആവാഹിക്കുമ്പോൾ നമ്മൾ ശുദ്ധി വേണമെന്ന് പറയാറുണ്ട്. അപ്പൊ പ്യൂരിറ്റി വേണമെന്ന് എല്ലാ രീതിയിലും. ഓക്കെ, നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നവരാത്രി പൂജയുടെ ഈ 9 ദിവസവും അനിവാര്യമായി വേണ്ട ഒരു വ്രതമാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. അപ്പോൾ ലക്ഷ്മിയെ ആവാഹിക്കണമെങ്കിലും ശരീരത്തിൻ്റെ ബ്രഹ്മചര്യത്തിൻ്റെ ശക്തിയും വേണം, പക്ഷെ മനസ്സിലുകൂടി ആ ശുദ്ധി വേണം. അതുകൊണ്ടാണ് വീട് നവരാത്രി പൂജ അല്ലെങ്കിൽ ലക്ഷ്മി പൂജ നടക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും വീടെല്ലാം എല്ലാവരും വൈറ്റ് വാഷ് ചെയ്യും, ക്ലീൻ ചെയ്യും, പഴയ സാധനങ്ങൾ മാറ്റും, പുതിയത് വാങ്ങും, നിറയ്ക്കും. എല്ലാം കൊണ്ടും സമൃദ്ധിയും ഐശ്വര്യവുമായിട്ടാണ് ലക്ഷ്മിനെ ആവാഹിക്കുന്നത് തന്നെ. കാരണം അതിൻ്റെ മുഖ്യമായിട്ടുള്ള ഘടകം, ധനത്തിൻ്റെ ആധാരം ശുദ്ധിയാണ്. ഏത് ശുദ്ധി? ശരീരത്തിൻ്റെ ശുദ്ധി അനിവാര്യമാണ്, വേണ്ടെന്നല്ല. തൻ്റെ കർമ്മങ്ങളുടെ ശുദ്ധിയും വേണം, തൻ്റെ വാക്കുകളുടെ ശുദ്ധി വേണം. കാരണം നിങ്ങളൊരു ഫീൽഡിൽ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ റിലേഷൻസ് അഥവാ ബന്ധങ്ങൾ അതിൻ്റെ മുഖ്യ ഘടകങ്ങളാണ്. ബന്ധങ്ങളെ കൂട്ടി ഇണക്കുന്നതും മുറിച്ചു മാറ്റുന്നതും എന്താണെന്നറിയോ? നമ്മുടെ വായിൽ നിന്ന് വരുന്ന നല്ല വാക്കുകളാണ്. അതുകൊണ്ട് കൂട്ടിയിണക്കാൻ പറ്റിയതായിട്ടുള്ള വാക്കുകളുടെ പ്രയോഗം നിങ്ങൾക്കറിയാമെങ്കിൽ, അഥവാ വാചാശുദ്ധി നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ധനവും നമുക്ക് സ്വന്താക്കാം. പല ധനവും ലോകത്തുണ്ട്. സംബന്ധങ്ങളുടെ ധനം പറയാറില്ലേ, ഇവരാണ് എൻ്റെ ഏറ്റവും വലിയ സ്വത്ത് എന്ന്. മക്കളെ നോക്കി അച്ഛന്മാർ പറയാറില്ലേ, ഇവരാണ് എൻ്റെ ഏറ്റവും വലിയ സ്വത്ത് എന്ന്. റിലേഷൻസിനെ കുറിച്ച് പറയാറില്ലേ, ഇവരുണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും വേണ്ട, ഇവരാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അപ്പം സമ്പത്ത് എന്ന് വെച്ചാൽ അർത്ഥം എണ്ണുന്ന നാണയങ്ങളുടെ മാത്രമല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റിലേഷനും അവൻ്റെ ധനമാണ്. പക്ഷേ അതിനാവശ്യം എന്താണ്? വാക്കുകളുടെ ശുദ്ധി, മനസ്സിലെ ശുദ്ധി. നമ്മുടെ മനസ്സിലെ സങ്കല്പത്തിന് എത്ര ശുദ്ധിയുണ്ടോ, ഒരു സങ്കല്പങ്ങളുടെ എണ്ണം കൂടുന്നത് അതിൽ അശുദ്ധി വരുമ്പോഴാണ്, അഥവാ നെഗറ്റീവ് തോട്ട്സ് ആകുമ്പോഴാണ്. നെഗറ്റീവ് തോട്ട്സിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് സങ്കല്പം വളരെ ഫാസ്റ്റായി പോകാൻ തുടങ്ങും, മനസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റാതായി പോവും, പതുക്കെ 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 അശുദ്ധിയാവും. അശുദ്ധിയായാൽ അവർക്ക് അവരുടെ കർമ്മത്തിൽ കുശലത കൊണ്ടുവരാൻ കഴിയില്ല, ധനം അവരെ വിട്ട് ഓടിപ്പോകും. അപ്പോൾ സിസ്റ്റർ പറയുന്നത് നമ്മുടെ മൈൻഡിൽ വരുന്ന തോട്ട് പോലും പരിശുദ്ധമാകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ലക്ഷ്മി ആവാഹിക്കാനുള്ള പൂജ സഫലമാവുന്നതെന്നാണ്. തീർച്ചയായും. അപ്പം അങ്ങനെ ആകുമ്പോൾ ഈ ലോകത്തിൽ മറ്റുള്ള കാര്യങ്ങൾ, സ്ഥൂലമായി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട്, ഫോർ എക്സാമ്പിൾ നമ്മൾ വീട് ശുദ്ധമാക്കുന്നു, നമ്മുടെ ബാക്കിയുള്ള എല്ലാ കണക്കുകളും സെറ്റിലാക്കുന്നു, അതേപോലെ നമ്മുടെ പൂജയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും തയ്യാറാക്കുന്നു, നമ്മൾ ദേഹശുദ്ധി വരുത്തുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്താൽ പോലും ഈ പൂജയുടെ സഫലതയ്ക്ക് വേണ്ടി നമ്മൾ ഈ സൂക്ഷ്മമായിരിക്കുന്ന ശുദ്ധി കൂടി കൊണ്ടുവന്നേ മതിയാകൂ എന്നാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതല്ലായിരുന്നുവെങ്കിൽ ഒരു വർഷം ലക്ഷ്മി ദേവീനെ ആവാഹിക്കുമ്പോൾ ആ പൂജാ ചടങ്ങുകൾ ഓരോന്നും ആചാരങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ആചാരങ്ങളുടെ പ്രാപ്തിയായി പറയുന്നത് സമ്പൂർണ്ണ സമ്പത്താണല്ലോ. ഒരു വർഷം പൂജ കഴിയുമ്പോൾ നമ്മുടെ സമ്പൂർണ്ണ സമ്പത്ത് വരുന്നുണ്ടോ? ഇല്ല. അപ്പം അത് വരാത്തതിന് കാരണം സമ്പൂർണ്ണ ശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ വൃത്തി അഥവാ നമ്മുടെ വൈബ്രേഷൻ, ഒരു തോട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അതാണല്ലോ ഒരു എനർജിയായിട്ട് ഊർജ്ജമായി എന്നിൽ നിന്ന് പ്രവഹിക്കുന്നത്.
ഇപ്പം എൻ്റെ കയ്യിലേക്ക് ഊർജം വരണമെങ്കിൽ, ധനം എന്ന് പറയുന്നത് ഊർജ്ജമല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ലോകത്തെ എല്ലാ വസ്തുക്കളും ഊർജം തന്നെയല്ലേ? അതിൻ്റെ ഫൈനസ്റ്റ് ആയിരിക്കുന്ന ഫോമുല നോക്കിയാൽ സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞ് ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ, അഥവാ ആധ്യാത്മിക ഭാഷയിൽ പറഞ്ഞ പഞ്ചതത്വങ്ങൾ. ഈ പഞ്ചതത്വങ്ങളുടെ പരിശുദ്ധമായ രൂപത്തിലാവുമ്പോൾ നമുക്കത് സുഖം തരുന്നു, അത് അശുദ്ധമായ രൂപത്തിലാവുമ്പോൾ നമുക്കത് ദുഃഖം തരുന്നു. ശുദ്ധമായ രൂപത്തിലാണല്ലോ എനർജി, ധനം. അതുകൊണ്ടാണല്ലോ ധനം നമുക്ക് സുഖം തരുന്നത്. ധനം ദുഃഖവും ഉണ്ടാക്കുന്നുണ്ടല്ലോ മനുഷ്യന്. അശുദ്ധമായ ധനം വന്നാൽ അത് ദുഃഖവും ഉണ്ടാക്കുന്നുണ്ട്. ഇന്നത്തെ ആളുകൾ ധനമാണ് സർവസ്വവും എന്ന് വിചാരിച്ചുകൊണ്ട് കൈക്കൂലി വാങ്ങിയിട്ട് പൈസ വാങ്ങി കൊണ്ടുവരുന്നുണ്ട്. പലരും കൈക്കൂലി വാങ്ങിച്ച് പൈസ കൊണ്ട് പണക്കാരനായി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവരുടെ മക്കളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് അവർ കാലിയായി പോകുന്ന അവസ്ഥയും കാണുന്നുണ്ട്. മക്കൾ അച്ഛനന്മാരെ വിട്ടുപോകുന്ന അവസ്ഥ കാണുന്നുണ്ട്. ആ ധനം ഉപയോഗിക്കാനുള്ളതായിട്ട് സുഖം കിട്ടാത്ത അവസ്ഥ കാണുന്നുണ്ട്. കാണുന്നില്ലേ ലോകത്തിൽ? അപ്പം ധനം എല്ലാം കൊണ്ടും സർവസ്വമാവുന്നില്ല. ശുദ്ധമായ ധനം നമ്മുടെ കയ്യിൽ വരുന്നുണ്ടോ, അത് നമ്മുടെ ജീവിതത്തിൽ വൈകുണ്ഠം കൊണ്ടുവരും. അതുകൊണ്ടാണ് ദേവിയുടെ സമ്പൂർണ്ണ സ്വരൂപമായിരിക്കുന്ന ലക്ഷ്മി രൂപത്തിൽ ധനത്തിനെ ആവാഹിക്കുന്നത്. ആ ദേവിയുടെ രൂപം നോക്കിയാൽ തന്നെ ആ സമ്പൂർണ്ണ പരിശുദ്ധിയുടെ അടയാളമാണ്. അതാണ് ദേവിമാരിൽ ഇത്രയും അധികം ആഭരണം അണിഞ്ഞതായിരിക്കുന്ന ഒരു ദേവി ആരേ ഉള്ളൂ? ലക്ഷ്മിനെയല്ലേ കാണിക്കുന്നുള്ളൂ. എന്താ കാരണം? ദേവി ആയതുകൊണ്ടാണെന്നാണ് വിചാരിക്കുന്നത്. ഏത് ധനാണെന്നറിയോ? ലക്ഷ്മി ദേവിയുടെ ഓരോ മാലയിൽ ഓരോ മുത്തും ഓരോ ദിവ്യ ഗുണമാകുന്ന ധനമാണ്. സ്ഥൂലമായിരിക്കുന്ന ഓർണമെന്റ് ഓട്ടോമാറ്റിക്കലി ആയിക്കോളുമല്ലോ. എപ്പോ നിങ്ങളുടെ ഉള്ളില് ആ ഗുണങ്ങളാകുന്ന മാലകൾ കൊണ്ട് നിങ്ങൾ ചാർത്തപ്പെടുന്നു, അവിടെ നിങ്ങളുടെ അടുത്ത് മറ്റെല്ലാം തന്നെത്താൻ ഒഴുകി വന്നേക്കും. അതുകൊണ്ടാണ് ലക്ഷ്മി ദേവിയുടെ കയ്യിലും ചക്രം കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലൈഫില് ധനം ആവശ്യമുണ്ടെങ്കിൽ വേണ്ട ഏറ്റവും വലിയ ഗുണമാണ് ചക്രം, ഷാർപ്പ് ഇന്റലക്ട്. ചക്രം കാണിക്കുന്നത് ഷാർപ്പ് ഇന്റലക്റ്റ് ആണ്. സ്വദർശന ചക്രം എന്നാണ് പറയുക. നമ്മൾ എന്നെ തിരിച്ചറിയുമ്പോൾ ഒരു മനുഷ്യൻ അവനവൻ്റെ ഉള്ളിലെ എൻ്റെ സ്ട്രെങ്ത് എന്താണ്, എൻ്റെ വീക്ക്നെസ് എന്താണ്, ഏതാണ് എൻ്റെ ടാലൻറ്റ് അഥവാ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പാത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ എനിക്കുണ്ടാവാൻ സാധ്യതയുള്ള തടസ്സങ്ങളെ അഥവാ നമ്മുടെ ത്രെറ്റിന് ഇല്ലാതെയാക്കുമ്പോഴാണ് ഞാൻ ശരിക്കും എന്നെ തിരിച്ചറിയുന്നത്. ആ സ്വയദർശനത്തിൻ്റെ ചക്രം ക്ലീൻ ആകുമ്പോൾ എനിക്കറിയാം എൻ്റെ ക്വാളിറ്റി എന്താണ്, എന്ത് വരദാനം കൊണ്ടാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നതെന്ന്. ദർശനത്തിൻ്റെ ചക്രം, അവിടെയാണ് നമ്മുടെ ഇൻ്റലക്ട് ഷാർപ്പായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ആ ഷാർപ്പ് ഇൻ്റലക്ട് ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് ലൈഫിൽ നോളജിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട്, പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കുന്നത്. പ്രാവർത്തികമാക്കപ്പെടുന്ന ജ്ഞാനമാണ് ധനമായിട്ട് നമ്മുടെ അടുത്തേക്ക് ഒഴുകി വരുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ജ്ഞാനമാണ് ഏറ്റവും വലിയ ധനം എന്ന് പറയാൻ തന്നെ കാരണം. ജ്ഞാനം നേടാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ ജ്ഞാനം ഈ ഒരു ധനത്തിന് എത്രത്തോളം ആധാരമാണ് എന്നത് അറിയാത്തത് കൊണ്ട് ആളുകൾക്ക് ഇന്ന് ജ്ഞാനം മനസ്സിലാക്കാനുള്ള ആ ഒരു താല്പര്യം കുറവാണ്. പക്ഷേ പലരും പഠിക്കുന്നവരുണ്ട്, എല്ലാവരും ഒരുമിച്ച് ഞാൻ പറയുന്നില്ല. എന്നാൽ കുറച്ച് പേരെങ്കിലും ആ ജ്ഞാനത്തെ നേടാനുള്ള ആഗ്രഹം വെക്കാതെ പലപ്പോഴും ഈ ജ്ഞാനത്തെ അവോയ്ഡ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അധികം കഷ്ടപ്പെടുകയും കുറച്ച് റിസൾട്ട് വാങ്ങുന്ന ആൾക്കാർ അധികം കാണുന്നത്. അപ്പം അതുകൊണ്ട് ആ ദിവ്യ ഗുണങ്ങളാകുന്ന ആഭരണങ്ങൾ കൊണ്ട് നമ്മൾ അലങ്കരിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ സ്വന്തം ചക്രത്തിനെ നമ്മൾ സ്വയം അവനവൻ്റെ തിരിച്ചറിവ് കൊണ്ട് ബുദ്ധിനെ ഷാർപ്പ് ഇൻ്റലക്റ്റാക്കി മാറ്റുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന്, അതാണ് കയ്യിൽ നിന്നും ദേവിയുടെ കൈ കണ്ടിട്ടുണ്ടോ? ഒരു കയ്യിൽ കലശവും മറു കൈ വരദാനമാണ്. ഒന്ന് എൻ്റെ കർമ്മത്തിലൂടെ ഞാൻ ആ അറിവിനെ എൻ്റെ ധനമാക്കി എൻ്റെ ലൈഫിലേക്ക് ഒഴുക്കുന്നു. അറ്റ് ദ സെയിം ടൈം അതെനിക്ക് മാത്രം വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല. അതുകൊണ്ടാണ് നമ്മൾ കറൻസി എന്ന് പറയാറില്ലേ നോട്ടിനെ? കറൻസി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ടു കറൻറ്റ് എന്നാണ്, പ്രവഹിക്കാനുള്ളതെന്നാണ്. അപ്പോൾ ഒരിക്കലും ഒരു ഊർജ്ജവും ഒരു സ്ഥലത്ത് പിടിച്ചു നിർത്തിയാൽ അത് നിൽക്കില്ല, അത് ഏതെങ്കിലും വഴി കണ്ടെത്തി ഒഴുകിപ്പോവും. അതേസമയം ഒഴുക്കേണ്ട പാത്തിലേക്ക് ഒഴുക്കിയാലോ ആ പ്രവാഹം നമുക്ക് സുഖം തരുകയും ചെയ്യും. അതുകൊണ്ട് ധനത്തിനെ ആവാഹിക്കുക, ധനലക്ഷ്മീനെ ആവാഹിക്കുക എന്ന് വെച്ചാൽ അർത്ഥം നമ്മുടെ മനസ്സ വാച കർമ്മണ ശുദ്ധി ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അറിവിൻ്റെ അറിവിനെ പ്രാവർത്തികമാക്കിക്കൊണ്ട് നമ്മളെ തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ഗുണം എൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രാക്ടിക്കൽ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്താൽ ആ നോളജ് ധനമായി നമ്മളിലേക്ക് ഒഴുകി വരും. ഇത്തരത്തിലാണ് ലക്ഷ്മിയെ നമ്മൾ ആവാഹിക്കേണ്ടത്. അതുകൊണ്ട് ആദ്യം ശക്തി, പിന്നെ ധനം. ഓക്കെ, തീർച്ചയായും വളരെ മനോഹരമായിരുന്നു ഈ എപ്പിസോഡ്. ഇന്നിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു രഹസ്യം ശരിക്കും ആ ധനം എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല, അല്ലെങ്കിൽ അത് വരാനുള്ള വഴി എന്താണ് എന്നതിനെ കുറിച്ചായിരുന്നു. ശരിക്കും നവരാത്രി ദിവസത്തിലുള്ള പൂജ എത്ര ഒരു മനുഷ്യന് ആവശ്യമാണ് അല്ലേ? ഒരു മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും ശക്തിയും
ധനവും വിദ്യയും എല്ലാം നമുക്ക് ഈ ഒരു നവരാത്രി ദിവസങ്ങളിൽ നേടാൻ സാധിക്കും. പക്ഷെ അറിഞ്ഞുകൊണ്ട് ആവാഹിച്ചാൽ അതെ, അതിനൊരു വേ ഉണ്ട്, അത് അറിയണം. അതാണ് നമ്മൾ ഈ പ്രോഗ്രാമിനോട് ഉദ്ദേശിക്കുന്നത്. സിസ്റ്റർ അത് വളരെ മനോഹരമായിട്ടാണ് പറഞ്ഞു തരുന്നത്. നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എന്തായാലും ഈ ഒരു അറിവിന്, ഇപ്പം ഞങ്ങൾക്ക് തന്ന ഈ ഒരു അറിവിന്, വളരെയധികം മനോഹരമായ ഈ അറിവിന് ഒരുപാട് നന്ദി. ഓം ശാന്തി. ഓം ശാന്തി. നവരാത്രി ദിനങ്ങളിൽ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മൾ പൂജിക്കേണ്ടത്, ലക്ഷ്മിയെ എങ്ങനെയാണ് ആഹ്വാനം ചെയ്യേണ്ടത്, എന്താണ് കലശം, ഇതെല്ലാം നമ്മൾ ഇന്ന് മനസ്സിലാക്കി. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമാണ് ഈ നവരാത്രിക്കുള്ളത് എന്നത് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാനുണ്ട്. അതിന് ഞങ്ങളോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്യണം. അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം.